ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നാരങ്ങ ഈന്തപ്പഴ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 10 പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി അതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്താണെങ്കിലും പുഴുങ്ങാം. വെള്ളം ചേർത്ത് പുഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് ചേർത്ത് പുഴുങ്ങാൻ നല്ലതായിരിക്കും കേട്ടോ. പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ പൊട്ടാതെ നോക്കണം കേട്ടോ. അതിന് ശേഷം പുഴുങ്ങിയ ശേഷം അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം 4 കഷ്ണമായിട്ടോ 6 കഷ്ണമായിട്ടോ അത് അരിഞ്ഞ് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഒരാഴ്ച ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഒരാഴ്ച വയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് അതിൻ്റെ കയ്പ്പ് കുറഞ്ഞു കിട്ടും. ഒരാഴ്ച കഴിഞ്ഞ ശേഷം അതിലോട്ട് നമ്മൾ ഏകദേശം ഒരു 20 ഈന്തപ്പഴം എടുക്കുക. ഈന്തപ്പഴം നല്ലോണം കുരു കളഞ്ഞ് 5-6 കഷ്ണമായിട്ട് കീറി വയ്ക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 5-6 പച്ചമുളകും കുരുകുരുവെന്ന് അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. എപ്പോഴും നല്ലെണ്ണ ഇറക്കണം കേട്ടോ, നല്ല കാരണം അച്ചാർ കൂടുതൽ നല്ല കേടുകൂടാതിരിക്കും. നല്ലെണ്ണ ചേർത്തിട്ട് അതിലോട്ട് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയിട്ട് ഇടുക. ആ ഉലുവയൊക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലോണം വരണ്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈന്തപ്പഴം ചേർക്കുക. ഈന്തപ്പഴം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ആ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചീഞ്ചട്ടിയിൽ തന്നെ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി കഴിയുമ്പോൾ അത് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ആ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. ആ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് ചുരുക്കിയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. ഈ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിരുന്നു പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതലിടുക. ഉപ്പും നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണെങ്കിൽ ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലോട്ട് ചേർക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കുക. അങ്ങനെ ഇളകി വരുമ്പോൾ തന്നെ നമ്മൾ കുറിയ രീതിയിലുള്ള അച്ചാർ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഒരു നോർമൽ ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ നമ്മളൊരു ചില്ലിൻ്റെ ജാറിലേക്ക് അച്ചാർ മാറ്റിയതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കും. അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം 3 സ്പൂൺ നല്ലെണ്ണ ചേർത്ത് നല്ലെണ്ണ ശരിക്കും നല്ലോണം ചൂടായി വന്നോട്ടെ. നല്ലോണം ചൂടായതിന് ചെന്നിട്ട് ആ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാട്ടോ ഞാൻ സാധാരണ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്ക് പെർഫെക്റ്റായിട്ട് ലഭിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ബൈ.